ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫോം എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ജിന്നും അഖിനും കൂടെ ആയിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ്. ആ സമയം ജിന്ന് ഉറക്കം എഴുന്നേറ്റിട്ട് തനിക്ക് പനി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇൻറ്റിമേറ്റ് ആയ ടൈമിന് അഖിനും പനി വല്ലതും വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. ആ ഒരു ടൈമിന് അഖിന് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ജിൻ നോക്കുമ്പോൾ അഖിന് പനിയൊന്നുമില്ല. ജിൻ നോക്കുമ്പോൾ അവനും പനി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അഖിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്താണ് ജിൻ അഖിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ എന്നിങ്ങനെ ചോദിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുന്നതും അഖിനൊന്ന് ഷോക്കാവുന്നുണ്ട്. എന്നാൽ എന്ത് മറുപടിയാണ് പറഞ്ഞതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് ഏതോ ഒരു BL സീരീസ് TV-യിൽ കാണുന്നതാണ്. അങ്ങനെ ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിയുന്നതും നമ്മുടെ അഖിൻ പറയുന്നുണ്ട് ആ ചെക്കൻ അഭിനയിക്കുന്നത് ഒരു ഇമോഷൻസും കാണിക്കാതെ അവൻ്റെ അഭിനയം തീരെ ശരിയാവുന്നില്ല എന്ന്. ജിന്നാ സമയം അത് ആക്ടറിൻ്റെ ഫസ്റ്റ് സീരീസാണ്, മേ ബി അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അഖിൻ മേ ബി ആയിരിക്കും, എന്നാലും ആ ഡയലോഗൊക്കെ പറയുമ്പോൾ കുറച്ചേലും ഇമോഷൻസ് കാണിക്കണ്ടേ, കണ്ടിട്ട് ആ പയ്യൻ തീരെ എഫേർട്ട് ഇടാത്ത പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അഖിൻ ജിന്നിനെ പിടിച്ച് നിർത്തിയിട്ട് ആ ഒരു TV-യിൽ കണ്ട ആ ഒരു സീന് അവനെ വെച്ചിട്ട് അഭിനയിച്ച് കാണിച്ചു കൊടുത്തത് ഇങ്ങനെ വേണം അഭിനയിക്കാനെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവരുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് അവരിയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പം നൈറ്റ് ടൈം ആയിട്ടുണ്ട്, ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ടൈമല്ല. അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജിന്നാണെങ്കിൽ അഖിന് നോർത്ത് സ്റ്റാറിനെ കാണിച്ചു കൊടുത്തിട്ട് അതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിൻ്റെ ലൈഫിൽ നോർത്ത് സ്റ്റാറിനെയും ഒരാളെയും കമ്പയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നീ ആരെ കമ്പയർ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അഖിൻ ഞാൻ പറഞ്ഞു തരത്തില്ല, അത് സീക്രട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ജിന്ന് എൻ്റെ ലൈഫിൽ ഞാൻ അത് നിന്നെ വെച്ച് കമ്പയർ ചെയ്യും, കാരണം നീ കാരണമാണ് ഞാനിവിടെ എത്തിയത് തന്നെ, നീയാണ് എൻ്റെ റോൾ മോഡൽ, നീയാണ് എന്നെ ഗൈഡ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത്, പിന്നെ നമ്മളെക്കുറിച്ച് നീ ആലോചിച്ചോ, എന്താ തീരുമാനം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ നീ ഫസ്റ്റ് പോയിട്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് നാളെയാണെങ്കിൽ സെക്സിയസ്റ്റ് മാൻ അവാർഡിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാമല്ലോ, എപ്പോഴത്തേയും പോലെ നീ തന്നെ ആയിരിക്കും ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ നീ ഫസ്റ്റ് വന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിന്ന് ആര് ഫസ്റ്റ് വന്നാലും ശരി തന്നെ, എനിക്കെപ്പോഴും നമ്പർ 1 നീയാണെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ അവിടെ ഫ്ലേർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡിനെയാണ് കാണിക്കുന്നത്. ജെയ്ഡ് ഒരിടത്ത് മാറി നിന്നിട്ട് സ്മോക്കൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഫോൺ എടുത്തിട്ട് ഈ സെക്സിയസ്റ്റ് മാൻ അവാർഡ് ആൾക്കാർ ചെയ്യുന്ന വോട്ടിൻ്റെ ഏറ്റവും കൂടുതൽ എണ്ണം അനുസരിച്ചാണ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വോട്ടുകൾ നോക്കുമ്പോൾ ജിന്നും അഖിനും തമ്മിൽ ഒരു 100 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ആര് വേണോ ജയിക്കാം. അങ്ങനെ അടുത്ത ദിവസം ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് ആ ഒരു റിസൾട്ട് അനൗൺസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ജയിച്ചത് ജിന്നാണ്. അങ്ങനെ ജിന്നിൻ്റെ അസിസ്റ്റൻറ്റും എല്ലാവരും വന്നിട്ട് സെറ്റിൽ വെച്ച് എന്നെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം അഖിൻ അവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അഖിന് വിഷമമാണ്, കാരണം എത്രയോ വർഷമായിട്ട് നോൺ സ്റ്റോപ്പിൽ അത് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അഖിനാണ്. എന്നാൽ പെട്ടെന്ന് ഒരൊറ്റ സെക്കൻഡിൽ അത് അവൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ അവന് നല്ല സങ്കടം വരുന്നുണ്ട്. ബെസ്റ്റ് ആക്ടർ അവാർഡ് അവന് കിട്ടിയില്ലെങ്കിൽ പോലും അവൻ ഇത്രയും വിഷമം ഉണ്ടാവും തോന്നുന്നില്ല, കാരണം ഈ ഒരു അവാർഡ് അവൻ ഇത്രയും വർഷം നോൺ സ്റ്റോപ്പ് കിട്ടിയിട്ട് പെട്ടെന്ന് ജിന്നിൻ്റെ കയ്യിലേക്ക് പോയപ്പോഴത്തേക്കും അവന് വിഷമമുണ്ട്. അവൻ്റെ ആ ഒരു വിഷമം ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. എല്ലാവരും ജിന്നിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സമയത്ത് അഖിൻ വിഷമിച്ചിരിക്കുന്നത് പക്ഷേ ജിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ അഖിനാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയ ടൈമിനും സെക്സിസ്റ്റ് മാൻ്റെ അവാർഡ് കിട്ടിയ ടൈമിനും ഒക്കെ നടത്തിയ ഇൻ്റർവ്യൂവിൽ തനിക്കാണെങ്കിൽ അത് എന്തുമാത്രം ഹാപ്പിനെസ് നൽകുന്നൊരു കാര്യമാണ്, തനിക്കിനി ഭാവിയിൽ ഈ ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിൽ പോലും എൻ്റെ അഭിനയം ഞാൻ നിർത്തത്തില്ല, അത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്ന ഒന്നാണെന്നൊക്കെ അവൻ പറഞ്ഞിട്ട് മുമ്പ് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ജിന്ന് വിജയിച്ചുകൊണ്ട് തന്നെ അഖിനെ ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട, ഫുള്ള് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത് ജിന്നാണ്. ജിന്നിൻ്റെ പുതിയ പുതിയ മാഗസീൻസ് ഒക്കെയാണ് ഇറങ്ങുന്നത്. എല്ലാവരും ഇപ്പോൾ ജിന്നിൻ്റെ പുറകെയാണുള്ളത്. ഒരുപാട് പേര് പറയുന്നുണ്ട് അഖിൻ്റെ സമയം കഴിയാറായി, ഇനി തൊട്ട് ജിന്നായിരിക്കും ഷൈൻ ചെയ്യാൻ പോകുന്നത്, അഖിനാണെങ്കിൽ ആക്ടിങ് നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡിനെ കാണിക്കുമ്പോൾ അയാളുടെ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിനാണ് ആരൊരാൾ കോൾ ചെയ്തിട്ട് ജിന്നിനെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഒരു കമ്പനിക്കാർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ ഓക്കെ ആ ഒരു സീരീസിനെ അപ്പോൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാമല്ലോ, ഓക്കെ അറേഞ്ച് ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ആ ഒരു ലേഡി ആണെങ്കിൽ പക്ഷേ ജിന്നിനെ മാത്രം മതി എന്നാണ് അവർ പറയുന്നതെന്ന് പറയുമ്പോൾ ജെയ്ഡ് അങ്ങനെ ഒരാളെ മാത്രം വിട്ടിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല, അതിൻ്റെ കാര്യമെല്ലാം ഞാൻ തീരുമാനിക്കാം, ശരി നിങ്ങൾ വച്ചോളാനായിട്ട് പറഞ്ഞിട്ട് ജെയ്ഡ് കോൾ കട്ട് ചെയ്യുകയാണ്. അടുത്ത അഖിനെ കാണിക്കുമ്പോൾ ആ ഒരു അവാർഡ് നഷ്ടമായതിൽ അവന് വിഷമമുണ്ടെങ്കിലും അവനത് പുറത്ത് കാണിക്കുന്നില്ല. അതേ ടൈമിന് അവൻ്റെ മാനേജറായിട്ടുള്ള ലേഡി അവനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കുഴപ്പമില്ല, അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നീ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്, പിന്നെ നീയും ജിന്നും തമ്മിൽ ഒരുമിച്ച് വരാൻ പോകുന്ന ആ ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് നിൻ്റെ അടുത്തായിരിക്കും, നീയാണെങ്കിൽ നന്നായിട്ടത് ഹാൻഡിൽ ചെയ്യാനും നീ ഓക്കെ ആയിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അഖിനപ്പോൾ ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജിന്നാണെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് എത്തിയതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ആ സമയം സെക്സിയസ്റ്റ് മാൻ്റെ അവാർഡ് കിട്ടിയതിന് അവനാണെങ്കിൽ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് തന്നെ അഖിൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാവരും അവൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് അഖിനോട് ആ ഒരു അവാർഡ് കയ്യിൽ നിന്ന് പോയതിൽ നിനക്ക് വിഷമമുണ്ടോ, ജിന്നുമായിട്ട് ആൾക്കാരില്ലാത്ത സമയത്ത് വഴക്കിടാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്.
എന്നാൽ അതിനെല്ലാത്തിനെയും തന്നെ ജിന്നും അഖിലും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അഖിലാണെങ്കിൽ ആളുകളോട് ആ ഒരു അവാർഡ് കയ്യിൽ നിന്ന് പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം അത് 24/7 എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒന്നല്ല. പിന്നെ ജിന്നത് കിട്ടിയാലും എനിക്കൊത്തിരി സന്തോഷമുണ്ടെന്ന് പറയാണ്. ആ സമയം ജിന്നാണെങ്കിൽ ഞാനും അഖിലും തമ്മിൽ ഒരു 100 വോട്ടിൻ്റെ വ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം അഖിലും ഫസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു അവാർഡിന് ഫസ്റ്റ് പ്രൈസ് വന്നവർ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അവാർഡ് ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൺഗ്രാജുലേറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ എല്ലാം കഴിയുമ്പോഴത്തേക്കും ജെയ്ഡിൻ്റെ ഓഫീസിൽ ഇരുന്ന് ജെയ്ഡുമായിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ആ സമയം ജെയ്ഡാണെങ്കിൽ നാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസീൻ കമ്പനിക്ക് നിങ്ങളുടെ രണ്ടുപേരെയും ഫോട്ടോസാണ് മാഗസീനിന് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരിക്കും നാളെ രാവിലെ, നിങ്ങൾ വരണം, നിങ്ങൾക്ക് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഓക്കെ ആണെന്ന് പറയാണ്. അപ്പോൾ രാവിലെ 7 മണിക്കാണ് ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അഖിലാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവാം, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ആ സമയം അഖിലിന് വിഷമമുള്ളതുപോലെ ജിന്നിന് തോന്നുന്നുണ്ട്. എന്നാൽ ജിന്നാണെങ്കിൽ അഖിലിനോട് ചോദിച്ചിട്ടും അഖിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ജിന്നാണെങ്കിൽ സിഗ്മ എൻ്റർടൈൻമെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടുത്തെ മാനേജറും എല്ലാവരും കൂടെ ആയിട്ട് ഒരു ചെറിയ പാർട്ടി പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവനെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം അവനും നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ അവാർഡൊന്നും കിട്ടത്തില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അതേസമയം തന്നെ മാനേജർ ഒരു കാര്യം അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് നീ അഖിലായിട്ട് ഒത്തിരി ക്ലോസ് ആവാൻ പോകണ്ട, നിന്നെ അവനെ ഇപ്പം തന്നെ ഒത്തിരി ആൾക്കാർ ഷിപ്പ് ചെയ്യുന്നുണ്ട്. നിന്നെ ഇതുപോലെ അഖിലുമായിട്ട് LGBT ആയിട്ട് ഇങ്ങനെ ലവ് പോലെയൊക്കെ ആൾക്കാർ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതാണെങ്കിൽ നിൻ്റെ ആ ഒരു ആക്ടിങ്ങിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വലിയ വലിയ പ്രോജക്റ്റുകളൊന്നും നിനക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അഖിലുമായിട്ട് നീ വലിയ കോൺടാക്റ്റിന് പോകണ്ടെന്ന് പറയാണ്. ആ സമയം ജിന്നിന് അത് കേട്ടത് വലുതായിട്ട് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തില്ല. എന്നാൽ അവൻ ജസ്റ്റ് തലയാട്ടുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ആ ഒരു ഫോട്ടോഷൂട്ടാണ് കാണിക്കുന്നത്. ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടുണ്ടെന്ന് ജെയ്ഡ് പറയാണ്. എന്നാൽ ആ ടൈമിന് ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഒരു ഫോട്ടോയും കൂടെ എടുക്കണം, അതിൽ ജിന്നും അഖിലും സ്മോക്ക് ചെയ്യുന്നതായിരിക്കണം വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയ്ഡ് ഉടനെ തന്നെ പറ്റില്ല, അഖിൽ സ്മോക്ക് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് നല്ലതുപോലെ തടയുന്നുണ്ട്. എന്നാൽ അവർ കേൾക്കുന്നില്ല. അഖിൽ ആ സമയം ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവ സ്മോക്ക് ചെയ്തില്ലെങ്കിലും അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സ്മോക്ക് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട് അവർ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജെയ്ഡാണെങ്കിൽ ഒരിടത്ത് മാറി നിന്നിട്ട് സ്മോക്ക് ചെയ്യുന്നതാണ്. അയാൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അഖിലിനെയും ജിന്നിനെയും കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അഖിലാണെങ്കിൽ ജിന്നിൻ്റെ കൂടെ അവൻ്റെ കാറിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ജിൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരിടത്ത് കൊണ്ടുവന്ന് കാർ നിർത്തുമ്പോൾ അഖിലാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറയും, എനിക്ക് സമയമില്ല, എനിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അഖിലിൻ്റെ അടുത്ത് നിനക്കാണെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ടല്ലേ, അതൊരു സ്റ്റേജ് പ്ലേ ആണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അഖിലാണെങ്കിൽ അതെ, അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ കമ്പനിയിൽ തന്നെയുള്ള ഒരു ആക്ടറാണ് അഭിനയിക്കുന്നത്, അതുകൊണ്ട് അറിയാമെന്നുള്ളത്. ഞാനാണെങ്കിൽ മറ്റൊരു വർക്കുമായിട്ട് ബിസി ആയിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ ഓഡീഷൻ ചെയ്തിട്ട് ഞാനും അതിൻ്റെ അകത്ത് തന്നെ അഭിനയിക്കാനായിട്ട് നിന്നേനെ എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നിനക്കിപ്പോൾ പുതിയ വർക്കുള്ളത് ജൂഡിയുമായിട്ടല്ലേ, ആ ഒരു ആക്ട്രസുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എല്ലാ ആക്ടറും ആഗ്രഹിക്കുന്നതാണ്. കാരണം അത് അടിപൊളിയായിട്ടുള്ളൊരു ആക്ട്രസ്സാണ്, നീയാണെങ്കിൽ അവരുടെ കൂടെ പോയി ആക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ജിന്ന് പക്ഷേ ഈ ഒരു സീരീസ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും വേറെ വേറെ പ്രോജക്റ്റുകളൊക്കെ എടുത്തു കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ള പോലെ നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ കാണാനോ പോലും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ അതല്ലേലും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഒരു വർക്ക് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും മറ്റൊരു വഴിക്ക് പോവും, അല്ലാണ്ട് അതിൽ തന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ എങ്കിൽ പിന്നെ എനിക്കുള്ള മറുപടി ഒന്ന് തന്നൂടെ, എന്നെ ഇഷ്ടമാണോ, എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടോ എന്നുള്ള കാര്യം, ഇനിയിപ്പോൾ ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് തുറന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളൊക്കെ എന്തിനാണ് ഇത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നീയും എന്തിനാണ് ഓരോന്നിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അഖിലാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം ജിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അഖിലിനെ ചെന്ന് ബാക്കിൽ നിന്ന് ഹഗ് ചെയ്ത് തടയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് തന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചത് ആ അവാർഡ് എനിക്ക് കിട്ടുമെന്നാണ്, പക്ഷേ ഞാൻ വിചാരിച്ച പോലെ വരാതെ അത് പെട്ടെന്ന് നിനക്ക് കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ, അതുകൊണ്ടാണ് ആ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാനാണെങ്കിൽ എൻ്റെ ആ ഒരു സങ്കടമെല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചെറുതായിട്ട് കരയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അവനെ ഒന്ന് കിസ് ചെയ്തിട്ട് അവനെ ഹഗ് ചെയ്ത് സമാധാനിപ്പിച്ചിട്ട് ഐ ആം സോറി, ഞാനാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്താവുമെന്ന് മാത്രമേ ആലോചിച്ചുള്ളൂ, ഞാൻ മറ്റൊന്നും ചിന്തിക്കാൻ നിന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എനിക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം ആ അവാർഡ് എപ്പോഴാണ് കിട്ടിയത് അന്ന് തൊട്ടാണ് ഞാൻ ശരിക്കും ഓരോരോ പ്രോജക്റ്റുകൾ എടുത്തിട്ട് അഭിനയിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഇത്രയും വർഷത്തിന് ശേഷം എൻ്റെ ഫീലിങ്സ് ഞാനൊന്ന് കറക്റ്റായിട്ട് തുറന്ന് പറയുന്നതെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നീ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞല്ലോ, അതെന്തായാലും നന്നായി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ഒരു റൂഫ് ടോപ്പിലേക്ക് കയറി നിന്നിട്ട് രാത്രിയിലത്തെ ആ ഒരു ആകാശമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ കപ്പിൾസൊക്കെ ഇടുന്ന പോലത്തെ മാച്ചിങ് ആയിട്ട് വരുന്ന 2 മാല എടുത്ത് കാണിച്ചിട്ട് ഇത് നിനക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റാണ്, ഇത് എടുത്തോളാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു മാല അവൻ്റെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്ന ആ ദിവസം നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അഖിനോട് പറയുന്നുണ്ട്. അഖിനും അപ്പോൾ ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം അവർ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോഴത്തേക്കും നേരത്തെ ജിൻ അഖിനോട് ചോദിച്ച അതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. അതായത് നീയാണെങ്കിൽ നോർത്ത് സ്റ്റാറുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരാൾ ആരാണെന്ന്. ആ സമയം അഖിനാണെങ്കിൽ അതൊരു പെൺകുട്ടിയാണ്, ഭയങ്കര സുന്ദരിയാണ് കാണാൻ, അവർ കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ കുറച്ച് ജലസാവുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അഖിലാണെങ്കിൽ അതെൻ്റെ മുത്തശ്ശിയാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴാണ് ജിന്നിന് കുറച്ച് സമാധാനമാവുന്നത്. അപ്പോഴാണ് നമ്മളെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുഞ്ഞിലെ തൊട്ടേ എപ്പോഴും അഖിലിനെ അവൻ്റെ മുത്തശ്ശി സപ്പോർട്ട് ചെയ്യായിരുന്നു. എൻ്റെ കൊച്ചുമോനാണ് ഏറ്റവും ക്യൂട്ടായിട്ടുള്ളത്, എൻ്റെ കൊച്ചുമോൻ വലിയൊരു ആക്ടറാവും എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ മുത്തശ്ശിയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് പ്രസൻറ്റിലേക്ക് ഇപ്പോൾ വരുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ അഖിലിനോട് പറ്റുമ്പോൾ ഒരു ദിവസം നിൻ്റെ മുത്തശ്ശീനെ എനിക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ ആ ഒരു ദിവസം മുത്തശ്ശീനെ പരിചയപ്പെടുത്താനായിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്നും പറയാണ്. അതിനുശേഷം അവരാണെങ്കിൽ ആകാശമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ കാണിച്ചൊരു സീനാണ് കാണിക്കുന്നത്. അതായത് ജെയ്ഡാണെങ്കിൽ ഒരിടത്ത് ചെന്ന് നിന്നിട്ട് സ്മോക്ക് ചെയ്ത് എന്തൊക്കെയോ ആലോചിക്കുന്നത്. ആ സീൻ നടന്നൊരു കാര്യമാണ് കാണിക്കുന്നത്. ജെയ്ഡ് അങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് ഒരാൾ അവനെ കോൾ ചെയ്യുന്നുണ്ട്. ആളുടെ പേര് ലിറ്റ് എന്നാണ്. ആ ഒരു കോൾ കാണുമ്പോഴത്തേക്കും ഫസ്റ്റ് കുറച്ച് നേരം അറ്റൻഡ് ചെയ്യാതെ അവൻ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ലിറ്റാണെങ്കിൽ ഹലോ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ആ സമയം ജെയ്ഡാണെങ്കിൽ എന്താ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ലിറ്റാണെങ്കിൽ എന്താ എനിക്ക് വിളിക്കാൻ പാടില്ലേ, എനിക്ക് നിൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് തോന്നി, മൈ ബണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലെന്തോ റിലേഷനിലുള്ളതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന സീരീസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് നീ പ്രൊഡ്യൂസ് ചെയ്ത് തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ലിറ്റ് ആ സമയം മറുപടി പറയുന്നില്ല. എന്നിട്ട് പിന്നീട് നിനക്ക് എപ്പോഴാണ് അത് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ ഉടനെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലിറ്റാണെങ്കിൽ ഓക്കെ എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാനുള്ള എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അങ്ങനെ പിന്നെ പാട്ടും പ്രൊഡ്യൂസ് ചെയ്യാം, നിന്നെ കണ്ടിട്ട് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ലിറ്റ് ബായ് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.